ഇവിടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എനിക്കൊരു കൊച്ചു അടുക്കളത്തോട്ടം ഉണ്ട് കേട്ടോ. അതിൽ ഞാൻ കുറച്ച് ചീരയും തക്കാളിയും വഴുതനയും പയറൊക്കെ നട്ടിട്ടുണ്ട്. അപ്പോൾ ചീര ഒരു ഉപ്പേരിക്കുള്ളതായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇന്ന് ആ ചീര പറിച്ചെടുത്ത് നമുക്ക് ഉച്ചയ്ക്ക് ഉപ്പേരിയാക്കാം. ഇത് ടൗണിൽ നിന്ന് മേടിച്ച് ചീര വിത്തായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് കണ്ടോ, ഒരു ചെറിയ ഇലയുള്ളൊരു ചീര ആണെന്ന്. അത് എന്തോ ഒരു നല്ലൊരു വിറ്റാമിനുള്ള ചാണകപ്പൊടിയിലൊക്കെ പണ്ട് ഉണ്ടായിക്കൊണ്ടിരുന്നൊരു ചീരയാണ് അത് നല്ലൊരു രുചിയാണ് കേട്ടോ. അത് ഉപ്പേരിയിലിട്ട് വെച്ചാൽ. അപ്പോൾ അതുകൊണ്ട് കുറച്ച് അതിൻ്റെ കൂടെ നല്ല ചുവന്നല്ലാത്ത ചീരയത്, ആ ചീരയും ഇത് രണ്ടും കൂടി ഒന്ന് പറിച്ചെടുത്ത് നമുക്കിന്ന് ഉച്ചക്കത്തേനുള്ള ഉപ്പേരിക്കുള്ള കിട്ടും. അപ്പോൾ അത് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. ഇതുകൊണ്ടോ തക്കാളി നല്ലോണം കായ്ച്ചായിരുന്നു കേട്ടോ. പക്ഷേ ഈ വെയിലിൻ്റെ ചൂട് കൊണ്ടാണ് എന്താണെന്ന് അറിയില്ലാണ്ട് എല്ലാം പറിച്ച് ഇങ്ങനെ വെന്ത പോലെ ചീഞ്ഞു പോകും. ഈ തക്കാളിക്കൊക്കെ കുറേ തക്കാളി ഇന്നലെയും പറിച്ച് കളഞ്ഞു. അതിൻ്റെ അടുത്ത് ഒരു 3-4 കിട്ടി, അത്രേ കിട്ടുള്ളൂ. നിറയെ കായ്ക്കുന്നുണ്ട്. വെയിലിൻ്റെ ചൂട് കൊണ്ടാണ് എന്താ അറിയില്ല, തക്കാളിക്കൊക്കെ വെന്ത് പോകും പോലെ അങ്ങ് പോകുക. ഇവിടെ ഒരു 5-6 പയർ ഞാൻ നട്ടിട്ടുണ്ട്. അത് ഓരോന്ന് കായ്ച്ച് തുടങ്ങുന്നേ ഉള്ളൂ. എന്നാലും 5-6 വിളവിന് പാകമായി കിടപ്പുണ്ട്. അതും കൂടി ഒന്ന് പറിച്ചെടുക്കുക, ഇല്ലെങ്കിൽ അതവിടെ കിടന്ന് മൂത്ത് പോവുകയും ചെയ്യും. പിന്നെ ഒരു ഉപ്പേരിക്കില്ല, എന്നാലും ഇനി 2 ദിവസം കഴിയുമ്പോഴും കിട്ടും ഒരു 5-6. അന്നേരം അതും കൂടെ കൂട്ടി ഒരു ഉപ്പേരി വെക്കാമല്ലോ. ഇത്ര കിട്ടിയിട്ടുണ്ട്. ഇത്രയും ചീര ഇത്രയും പയർ കിട്ടിയിട്ടുണ്ട്. പയർ അവിടെ ഇരിക്കട്ടെ. പയർ നമുക്ക് 2 ദിവസം കഴിയുമ്പോൾ ഒരു 5-6 കിട്ടും, അന്നേരം വെക്കാം. അപ്പോൾ ഈ ചീര അരിഞ്ഞ് ഉപ്പേരിയാക്കാം. ചീര അരിഞ്ഞ് അതിൻ്റെ കൂടെ കുറച്ച് കുഞ്ഞുള്ളിയും കൂടി അരിഞ്ഞിട്ട്, പിന്നെ ഈ ഉപ്പേരി ഞാൻ വെക്കുന്നത് എണ്ണ ഇല്ലാണ്ടാട്ടോ വെക്കുന്നത്. ഈ കൊളസ്ട്രോളോ ഒക്കെ ഉള്ളപ്പോൾ നമ്മൾ ഒത്തിരി എണ്ണയൊന്നും ഉപയോഗിക്കുന്ന കൊള്ളില്ലല്ലോ. അന്നേരം എണ്ണ ഇല്ലാണ്ട് ആണ് ഈ ഉപ്പേരി വെക്കുന്നത്. 2 പച്ചമുളകും കൂടി നമുക്ക് അരിഞ്ഞിടാം. പിന്നെ ചീര അരിഞ്ഞ് ഉള്ളി അരിഞ്ഞ് പച്ചമുളക് അരിഞ്ഞിട്ട് നമ്മൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇടാം. ഉപ്പ് ആവശ്യത്തിനിട്ട്, പിന്നെ കുറച്ച് മഞ്ഞൾ പൊടിയും കുറച്ച് മുളക് പൊടിയും കൂടി ഞാനിടും കേട്ടോ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2 പച്ചമുളകല്ലേ ഇട്ടിട്ടുള്ളൂ. അന്നേരം ഈ ചീരേൻ്റെ ഒരു കനപ്പ് മുന്നോട്ട് വരും. അപ്പോൾ അതിനെ ഒന്ന് ഇച്ചിരി ഒരു എരിവ് വേണമല്ലോ. അത് ഈ പച്ചമുളകിനൊന്നും, ഇപ്പോഴത്തെ പച്ചമുളകിനൊന്നും ഒട്ടും എരിവില്ല. അതുകൊണ്ട് ശകലം മുളക് പൊടിയും കൂടെ ഇടും ഞാൻ. എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് നമ്മൾ കൈ കൊണ്ട് തിരുമ്മി എല്ലാ വശത്തും ആക്കുക. ആക്കിയിട്ട് മോള് തേങ്ങ ചിരകി തരുന്നുണ്ട് കേട്ടോ. നമ്മൾ സ്റ്റൗ കത്തിച്ചു, ഒരു ഉരുളി എടുത്ത് അടുപ്പത്ത് വെച്ചു. ഒരു ഇൻഡാലിയത്തിൻ്റെ ഉരുളിയാണ്, അടി കട്ടിയുള്ള ഒരു പാത്രം എടുത്ത് അടുപ്പത്ത് വെച്ചാൽ മതി. ചീഞ്ചട്ടിയാണേലും മതി. അതിലേക്ക് അത് ചൂട് പിടിച്ച് വരുമ്പോൾ നമുക്ക് ഈ നമ്മളെല്ലാം കൂടി പുരട്ടി തിരുമ്പി വെച്ചിരിക്കുന്ന ഈ ചീര നമ്മളതിലേക്ക് വാരിയിട്ടാൽ മതി. അതുപോലെ എല്ലാം അതിലേക്ക് അങ്ങ് വാരിയിട്ട് നമുക്കത് തട്ടിപ്പൊത്തി അടച്ചു വെക്കുക. എന്നിട്ട് സ്റ്റൗവ് ഒന്ന് സിമ്മാക്കി വെച്ചിട്ട് അടച്ചു വെക്കുക. അടച്ചു വെച്ച് കുറച്ച് ഒഴിക്കട്ടെ. തീ അവിടെ സിമ്മിലിരുന്ന് നമുക്ക് കുറച്ച് നേരം കഴിഞ്ഞിട്ട് അതൊന്ന് തുറന്ന് നോക്കാം. തുറന്ന് നോക്കിയപ്പോൾ കണ്ടോ, എല്ലാം കൂടി നല്ലോണം വെന്ത് കൂടിയിട്ടുണ്ട്. ഒന്നും കൂടി ഇളക്കി തട്ടിപ്പൊത്തി വെക്കണം. ഒന്നും കൂടി ഇളക്കി തട്ടിപ്പൊത്തി വെക്കുമ്പോഴത്തേനും അതിൻ്റെ ആ ചീരയിലുണ്ടായിരുന്ന വെള്ളമൊക്കെ അങ്ങ് വറ്റി ചീര വെന്ത് വരും. അപ്പോൾ ഈ എണ്ണയൊന്നും ഒഴിക്കാത്തതുകൊണ്ട് ഉള്ള ചീര അവിഞ്ഞു കൂടി പോകുകയില്ല. അവിഞ്ഞു കൂടി എല്ലാം കൂടി കട്ട കെട്ടിയിരിക്കുകയില്ല. അന്നേരം അത് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടി നമ്മളൊന്ന് തുറന്ന് നോക്കി, 3-ാമത്തെ പ്രാവശ്യം ഇപ്പോൾ ഇതാ തുറന്ന് നോക്കി ഒന്നും കൂടി ഇളക്കി നോക്കിയപ്പോഴത്തേനും എല്ലാം ചീര പാകത്തിന് വെന്തിട്ടുമുണ്ട്. നല്ല
വെറുവെറേന്ന് ഒന്നൊന്നേ തൊടാതെ ചീര കിടക്കുകയും ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ചിരണ്ടി വെച്ചിരുന്ന തേങ്ങയും കൂടി അതിലേക്ക് ഇട്ട് ഒന്നും കൂടി ഇളക്കി കൊടുക്കാം. എല്ലായിടത്തും ഒന്ന് നന്നായിട്ട് ഒന്ന് ഇളക്കി ചേർത്ത് ഒരു കുറച്ച് നേരം ഇളക്കിയാൽ മതി. പിന്നെ തട്ടിപ്പൊത്തി വെക്കുക ഒന്നും വേണ്ട. അതെല്ലാം കൂടി നല്ലോണം ഇളക്കി ഒന്ന് ഉണ്ടോ ഒന്നൊന്നേ തൊടാതെ വെറുവെറുന്ന് കിടക്കുന്ന കണ്ടോ. അത് മറ്റേ എണ്ണ ഒഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഉപ്പേരി വെച്ച് ഉപ്പേരി ഇത്രയും ഉണ്ടാകത്തില്ല. നമ്മളത് വിളമ്പാൻ നോക്കുമ്പോൾ കുറച്ചേ ഉണ്ടാവുള്ളൂ ഉപ്പേരി. ഇത് നല്ലോണം ഉപ്പേരി ഉണ്ടാവും. ഇത് ഒന്നൊന്നേ തൊടാതെ കിടക്കുന്നത് കൊണ്ടും പിന്നെ ഒരു പ്രത്യേക ടേസ്റ്റുമാണ് കേട്ടോ. എല്ലാവരും ഇതുപോലെ ഒന്ന് വെച്ച് നോക്ക്. എല്ലാവരും ഇത് ചെയ്ത് നോക്ക്. പിന്നെ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. താങ്ക് യു.